ഞാൻ കുറച്ച് പ്രായമുള്ള സ്ത്രീയാണ്, മറവി നല്ലതുപോലെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ സുജൂദിലും റുക്കൂയിലുമൊക്കെ എത്ര ദിക്ർ പറഞ്ഞു എന്ന് മറന്നു പോകുന്നു. അപ്പോൾ ഇങ്ങനെ മറന്നു പോയാൽ എന്താണ് ചെയ്യേണ്ടത്? സഹവിൻ്റെ സുജൂദ് ചെയ്യണോ, അതല്ല എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ട്. പ്രായാധിക്യം കാരണത്താൽ മറവി രോഗം വന്ന ആളുകൾ സ്വാഭാവികമാണ്. അവർ നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിസ്കാരത്തിന്റെ റുക്കനുകളോ അതല്ലെങ്കിൽ വാജിബാത്തുകളോ അതുമല്ലെങ്കിൽ സുന്നനുകളും ഒക്കെ നഷ്ടപ്പെട്ടു പോവുക എന്നത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയുന്നത്, മതപരമായി കൊണ്ട് ഒരു ഉദ്ർ അഥവാ മതപരമായി കൊണ്ട് അവർക്ക് കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയാണോ ഓർമ്മയുള്ളത് അത് അപ്രകാരം ചെയ്യുക എന്നതാണ്. ഇവിടെ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ചില ആളുകൾ ചോദിക്കാറുള്ള നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. മറവിയാണ് കാരണമെങ്കിൽ അതല്ലെങ്കിൽ ഇനി മറവിയില്ലാതെ തന്നെ ഒരാൾ സുന്നത്ത് ഒഴിവാക്കി എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിസ്കാരം ബാത്തിലാവുകയില്ല. അതിന് പ്രത്യേകമായി സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. അതേസമയം വാജിബാത്തുകളാണ് ഒരാൾ ബോധപൂർവം ഒഴിവാക്കിയത് എങ്കിൽ നിസ്കാരം ബാത്തിലാണ്. മറന്നൊഴിവാക്കിയതാണ് എങ്കിൽ അതിന് സഹവിന്റെ സുജൂദ് ചെയ്തുകൊണ്ട് പരിഹരിക്കുക എന്നുള്ളതാണ്. റുക്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പിന്നീട് ഓർമ്മ വരുന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എങ്കിൽ ആ നിസ്കാരം വീണ്ടും മടക്കി നിസ്കരിക്കുകയാണ് വേണ്ടത്. അതല്ല നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഓർമ്മ വരുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു റക്അത്ത് വീണ്ടും നിസ്കരിച്ച് സഹവിന്റെ സുജൂദ് ചെയ്യുക എന്നതൊക്കെയാണ്. എന്നാൽ ഇതൊക്കെ ബുദ്ധിയും പക്വതയും ഒക്കെയുള്ള ആളുകളുടെ വിഷയത്തിലാണ്. രോഗം കാരണത്താൽ ഇങ്ങനെ മറവി സംഭവിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നാണ്. ഓരോ ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് അവർക്ക് കഴിയുന്ന കാര്യങ്ങളാണ്. ഇദാ അമർതുകും ബിശൈഇൻ ഫഅതു മസ്തതഅതും ബിഹി എന്നാണ് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയുന്നത്. അഥവാ ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ എങ്ങനെയാണോ കൽപ്പിച്ചിട്ടുള്ളത് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്തഖുല്ലാഹ മസ്തതഅതും എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം രോഗികൾ അവർക്ക് എത്രയാണോ ഓർമ്മയുള്ളത് ആ നിലക്ക് അവർ ആ നിസ്കാരം നിർവഹിക്കുകയാണ് വേണ്ടത്. പ്രത്യേകമായി അതിന് സഹവിന്റെ സുജൂദ് അവർ ചെയ്യേണ്ടതുമില്ല എന്നതാണ് പണ്ഡിതോദ്ധരണികളിൽ നിന്നും ഫത്വകളിൽ നിന്നുമൊക്കെ ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു